എണീറ്റത് മുതൽ നിൽക്കാതെ പെയ്യുന്ന മഴയാണ്. ബോണസ് ആയിട്ട് പാറുകുട്ടിക്ക് പനിയും കഫ് കിട്ടും. മഴക്കാലായി കഴിഞ്ഞാലുള്ള എല്ലാ കുഞ്ഞുമക്കളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പൊ പാറുകുട്ടി ആവി പിടിച്ചോണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് പാറുകുട്ടീനെ കാണാനായിട്ട് ചെക്കുട്ടാട്ടൻ സർപ്രൈസ് ആയിട്ട് വന്നത് കേട്ടോ. വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. പാറുകുട്ടിയുടെ ഇത്തവണത്തെ ഫസ്റ്റ് ഓണക്കോടി റിജിനമ്മയുടെ വകയായിരുന്നു. കൊല്ലം ഞങ്ങൾക്ക് ഇവിടെ ഓണാഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തൊക്കെയാണെങ്കിലും കുഞ്ഞു മക്കൾക്ക് ഇതെല്ലാം ഒരു സന്തോഷമാണല്ലേ. ഈ ഒരു കസവിന്റെ പട്ടുപാവാടയാണ് റിജിനമ്മായി പാറുകുട്ടിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. പാറുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇത്തവണത്തെ ഓണത്തിനും ഞങ്ങൾ ഇവിടെ നാട്ടിലുണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളെ കാണാനും കൂടിയാണ് കേട്ടോ റിജിനേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കണ്ട് ചെക്കുട്ടന്റെ കൂടെ കളിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് പാറുകുട്ടി. ഇപ്പോഴേക്കും പുറത്ത് നല്ല മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാറുകുട്ടി ഒന്ന് ഫ്രഷായി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. എവിടുന്നോ ഇറക്കി കൊണ്ടുവന്ന ഈ ഒരു ബർത്ത്ഡേയുടെ ഗ്ലാസും ഫിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു വീഡിയോ പാറുകുട്ടി പറഞ്ഞിട്ട് എടുത്തതാണ്. ചില ടൈമില് ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങി ഷോ കാണിച്ച് നടക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിജിനേച്ചിനെ ഇപ്പൊ കണ്ടിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അതേ മഴയെല്ലാം നോക്കിയിരുന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ കുറച്ചു നേരം ഇരുന്നു. പാറുകുട്ടിയാണെങ്കിൽ രണ്ട് ഡിഫറെന്റ് പെയർ ഓഫ് സോക്സ് ആണ് അവള് കാലിൽ വെയർ ചെയ്തിട്ടുള്ളത്. വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ചെക്കുട്ടനെ ഞങ്ങൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇവരെ ഒന്ന് നേരിൽ കാണുന്നത്. ആളതെ ഒന്ന് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുമ്പോഴാണതേ പാറുകുട്ടിയുടെ വയ്യച്ചൻ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് പാറുകുട്ടിയുടെ വയ്യച്ചൻ. പുറത്താണെങ്കിൽ ഇതേ നല്ല മഴ തന്നെയാണ്. മൊത്തത്തിലൊരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ്. മൈൻഡ് എല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ദൂഷണങ്ങളും വിശേഷങ്ങളും എല്ലാം ഇവിടെ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചിക്ക് നാളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓണാഘോഷമാണ് കേട്ടോ. അപ്പൊ അതിന്റെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തെ ഓണം മൊത്തത്തില് മഴ കൊണ്ടുപോയി എന്ന് തന്നെ പറയാട്ടോ. അങ്ങനെ മഴയാണ്. അങ്ങനെ ഈ പൊരിഞ്ഞ മഴയത്ത് നല്ലൊരു ചൂട് ചായ എല്ലാം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടിച്ചിട്ടുണ്ടായി. ശേഷം ടാട്ടനും അനിയത്തിയും ടിവിയിലെ കോമഡി കണ്ട് ചിരിച്ചിരിക്കുകയാണ്. ടാട്ടനും അനിയത്തിയും ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നേ. ഇന്ന് റെസിഡൻസി വരുമ്പോ കൊണ്ടുവന്ന പട്ടുപാവാടയാണ് ഈ ഇട്ടിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഊരി വെക്കാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ അത് ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അഴിച്ചു വെക്കാനായിട്ട് അവളെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തില് ഈ ഒരു ഡാൻസ് കൂടി കഴിഞ്ഞാൽ അവൾ അഴിച്ചു വെക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട്. രാത്രിയായപ്പോ നമ്മളത് അമ്മമ്മേനെ കാണാനായിട്ട് വന്നതാണ്. പാറുകുട്ടി അമ്മമ്മേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വല്യമ്മയുടെ അമ്മയാണ്. റിജിന ചേച്ചിയുടെ അമ്മമ്മയാണ്. അമ്മമ്മയ്ക്ക് കളിക്കാനായിട്ട് ടോയ്സ് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പാറുകുട്ടി. എല്ലാം പേർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മേനെ കൂടെ കളിക്കാനായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുട്ടനെ തിരിച്ചു പോവാനായിട്ട് ഇറങ്ങാണ്. ചെറിയൊരു മൂഡ് ഓഫിലാണ് ആള്. മാമനോട് വന്ന് തിരിച്ചു പോകുമ്പോ ചെക്കുട്ടന് ഭയങ്കര സങ്കടമാണ്. അവര് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.